നല്ല ഫാമിലി ഒരു പിക്ചറാണ് കേട്ടോ. നന്നായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു നല്ല പിക്ചറാണ്. നല്ല കോമ്പിനേഷൻ അവരുടെ. ഇതൊന്നുമില്ല, പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഫാമിലി മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളാം, ഏറെ ഇല്ല എന്നാലും ചിരിക്കാനൊക്കെ ഉള്ളതുണ്ട്. ഓവറോൾ കൊള്ളാം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ സമൂഹത്തിനൊരു മോറലും കൂടെയാണ്. കാര്യം ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു റിലേഷൻ കാണുന്നില്ല. കോമഡി ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഡയലോഗ്സിൻ്റെ ഇടയിൽ കോമഡി ഉണ്ട്, ഡബിൾ മീനിങ് പോലെയൊക്കെ ഉണ്ട്. ഓവറോൾ കൊള്ളാം, നല്ല പടമാണ്. കാണാൻ പറ്റുന്നതാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നൊരു പടമാണ്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അതിനെ കുറച്ചുകൂടി നടന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. അതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൂടെയാണ് ഇതിനകത്തുള്ളത്. കോമഡി കുഴപ്പമില്ല. പോലീസ് സ്റ്റേഷനിൽ അവരുടെ ആ ഒരു ഹ്യൂമർ സെൻസ് കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഈ പറഞ്ഞ ഈ സദാചാര കണ്ണുകളോടെ കാണുന്ന പലർക്കെതിരായിട്ടുള്ള ചെറിയൊരു അടിയാണ് ഈ പടത്തിൽ കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രമേയമാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു തീമെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യണം. ഒരാൾ ഇഷ്ടം മാത്രം നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അങ്ങോട്ടും ഷെയർ ചെയ്യണം. അപ്പം അങ്ങനെ ഷെയർ ചെയ്തിടത്തോളം കാലം നമുക്ക് ഒരാൾക്ക് ഇപ്പം ഫീലുണ്ട്. ഇപ്പം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ആ ഒരു കെയർ കിട്ടിയില്ലെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും, അത് കിട്ടുന്നിടത്തോട്ട് പോകും. അതായത് സെക്സ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ശരി ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാൾ കൂടെ ഉള്ളപ്പോൾ നമ്മൾ കൂടെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു അല്ലെങ്കിൽ ബ്രദർലി ഫീൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫീലായിട്ട് പോകും. പക്ഷെ ഭർത്താവിന് അതൊരു പൊസസീവ് ഫീൽ ഉണ്ടാവും. ഭർത്താവിന് കയറ്റി കൊടുക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് സാധാരണ കണ്ണുകൾ വാദികളും കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും ഭർത്താവിന് കൂടുതലായിട്ട് ആളുടെ ദേഷ്യമുണ്ട്. അങ്ങനെ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ പടത്തിലൂടെ മുഴുവനായിട്ട് പറഞ്ഞു പോകുന്നത്. നല്ല ക്ലീൻ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. സെക്സ് ആയിട്ടുള്ള ഒരു പരിപാടി ഇതിൽ പറഞ്ഞു പോകുന്നില്ല. അപ്പം നല്ലൊരു തീമായിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. ഇതിൽ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പെർഫോമൻസ് കിട്ടില്ലാണ്. പുള്ളിക്കാരൻ ഇപ്പം അല്ലെങ്കിൽ അറിയാമല്ലോ. പിന്നെ ബിജു മേനോന്റെ കേക്ക് വാൾക്ക് റോളാണ്, പക്ഷെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ആ പടം കുഴപ്പമില്ല, ഫാമിലി പടമാണ്. അതായത് എന്താണ്, ഒരു റെസിഡൻസ് ഏരിയയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താമസിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ബിജു മേനോൻ ചെയ്തിട്ടുണ്ട്, സുരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ശ്രുതി ചെയ്തിട്ടുണ്ട്, പിന്നെ ജോണി ആൻ്റണി എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ട ഏറ്റവും വലിയ പെർഫോമൻസ് ബിജു മേനോൻ തന്നെയാണ്. ബിജു മേനോൻ എന്താ മൊത്തത്തിൽ സ്കോർ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. ഓവറോൾ നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു പടം. കോമഡി ഉണ്ട്, പക്ഷേ പടത്തിലൊരു സീരിയസ് ആയ ഒരു സാധനമാണ് പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ, അതാണ് പ്രശ്നം. ഒരു സസ്പെൻസ്, ഒരു ചെറിയൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബിജു മേനോന്റെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്, അതാണ് അതിലെ ഒരു സംഭവം, ഒരു എടുത്തു പറയേണ്ട ഒരു സാധനം. ഓവറോൾ നമുക്ക് കണ്ടിരിക്കാം, ഫാമിലി പടമാണ്. അതെ അതെ അതെ, സിനിമ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ ബിജു മേനോൻ ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം പടം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. നടന്ന സംഭവം, അതായത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ, ചിലപ്പോൾ നമ്മൾ ജോലി കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും കൂട്ടുകാരായിട്ട് നമ്മൾ വെള്ളം അടിക്കുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, കറങ്ങുന്നു, അവിടെ കറങ്ങുന്നു, ഇവിടെ കറങ്ങുന്നു. എന്തുകൊണ്ട് നമ്മുടെ ഭാര്യയെ കൊണ്ടുപോയി നമ്മൾ എൻജോയ് ചെയ്തില്ല? അതൊക്കെയാണ്, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ സിനിമ. അതാണ് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മളെ ഭാര്യയെ നമ്മളെപ്പോഴും നല്ല രീതിയിൽ കെയർ ചെയ്യും, നല്ല രീതിയിൽ നമ്മൾ സ്നേഹത്തോടെ കൊണ്ടുപോകണം. ആ സ്നേഹത്തിൽ എല്ലാം ഉണ്ടാവും. അതിൽ അവൾ തൃപ്തിയാണ്. മനസ്സിലായില്ലേ? അതാണ് നടന്ന സംഭവം, അതാണ് പടം കൊണ്ട് വെച്ചേക്കണം. അതെല്ലാവരും പോയി കാണണം. തൃപ്തിയില്ലാതെ ആർക്കും കാര്യം പിന്നെ അവർ ആരുടെ പറയാൻ പറ്റും? ഇപ്പം നമ്മുടെ അടുത്ത് ആരത്തെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? നമ്മളത് മനസ്സിലാക്കണ്ടേ? നമ്മളത് പെരുമാറണം. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എല്ലാ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരിലും പാവപ്പെട്ട വീട്ടിൽ ഓരോ കുടിലിൽ താമസിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാരുടെ വീട്ടുകളിലും പല സംഭവങ്ങളുണ്ടാവും. അതിന് നല്ലൊരു ഭർത്താവാവണം, ഭാര്യയെ സ്നേഹിക്കാൻ നല്ലൊരു ഭർത്താവാവണം. എന്നാലേ ആ ജീവിതം മുന്നോട്ടുള്ളൂ. അതാണ് നടന്ന സംഭവം. സുരാജേട്ടൻ പുള്ളി വ്യത്യസ്തമായിട്ട് ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ വരുന്നത്. കാര്യം അധികം കോമഡിയും കാര്യങ്ങളൊന്നും ഇല്ല. അണ്ണ അങ്ങനെ വലിയ ഒരു അണ്ണൻ്റെ സ്ലാങ് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം സ്ലാങ്ങിനാണ് അണ്ണ ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പം ഇതുപോലെ നമ്മൾ എറണാകുളത്തുള്ള സ്ലാങ്ങൊക്കെ ഇപ്പോൾ അണ്ണ സംസാരിക്കുന്നത്. എന്നാലും അണ്ണനെ ഇങ്ങനെ ഒരു കഴിവായിട്ട് വന്നതിൽ ഈശ്വരൻ കൊടുത്ത ഒരു വരവാനാണ് സുരാജ് അണ്ണന്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇനിയും നല്ല രീതിയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ കയറി വരണം. പറ്റുമെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അഭിനയിക്കാൻ താല്പര്യം കിട്ടിയ അണ്ണൻ്റെ കൂടെ ഒരു വില്ലനായിട്ടെങ്കിലും ഒന്ന് പയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും പൃഥ്വിരാജ് അണ്ണൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയിൽ സുരാജണ്ണൻ്റെ കൂടെ മുട്ടി നിന്നാൽ സുരാജണ്ണ തോറ്റിട്ടില്ല. കണ്ടല്ലേ സിനിമ? സുരാജണ്ണ പൃഥ്വിരാജിനെ കാട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു അഭിമാനമാണ് നമ്മൾ അണ്ണായി.
മനസ്സിലായില്ലേ? അടിപൊളിയായിരുന്നു.